ഗൈസ് എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ പൂച്ചകളുടെ നഖം വെട്ടലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുഞ്ഞുസിൻ്റെ നഖം വെട്ടലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഈ പൂച്ചകളെ അമിതമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഇവർ എപ്പോഴും ഈ പൂച്ച കുഞ്ഞുങ്ങളെ എപ്പോഴും എടുത്ത് താലോലിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പൂച്ചകളുടെ നഖം വെട്ടുന്നത് എങ്ങനെയെന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൂച്ചകളുടെ നഖം വെട്ടുന്നതിന് നമ്മൾ ആദ്യമായിട്ട് തന്നെ അവരെ മെരുക്കി എടുത്തതിന് ശേഷം നമ്മളോട് കൂടുതൽ ഇണക്കിയതിന് ശേഷം മാത്രമേ പൂച്ചകളുടെ നഖം വെട്ടാവൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൂച്ചകളുടെ നഖം വെട്ടി മാറ്റി എടുക്കരുത്. അപ്പോൾ ഇതേപോലെ നഖം നമ്മൾ പുറത്ത് കാണത്തക്ക രീതിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് വേണം നഖം വെട്ടിയോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഈ നഖം വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നഖം വെട്ടുമ്പോൾ നമ്മൾ അധികം കയറ്റി വെട്ടരുത്. കാരണം പൂച്ചകൾക്ക് നല്ല വേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഈ നഖം കയറ്റി വെട്ടാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ പൂച്ചകൾക്ക് നോവാത്ത രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ നമ്മൾ ഈ നഖം വെട്ടാവുള്ളൂ. അപ്പോൾ എന്നാൽ ചോദിക്കും, നമ്മൾ നഖം വെട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾ കുഴപ്പമില്ല എന്ന് ഉള്ളത് ശരിയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളെ വല്ലാത്ത രീതിയിൽ പൂച്ചകൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അല്ലാതെയോ ഒക്കെ നമ്മളെ എന്തെങ്കിലും മാന്തുകയോ അള്ളുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അത് നഖം വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ പൂച്ചയുടെ കാൽപാദത്തിൻ്റെയോ കൈയുടെയോ ഒന്നും നഖത്തിൻ്റെ ആ ഒരു മൂർച്ച അധികം താഴ്ന്നു വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ നഖം അങ്ങനെ വെട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂച്ചകളെ അവരുടെ കഴുത്തിൽ ഇങ്ങനെ പതുക്കെ നമ്മൾ തലോടി കൊടുക്കണം. ഇങ്ങനെ പിടിക്കുന്നത് പൂച്ചകൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്താലും അവർ നമ്മൾ ഒന്നും ചെയ്തില്ല, ഉറങ്ങുന്ന പോലെ മയങ്ങുന്ന പോലെ ഒരു സുഖമാണ് പൂച്ചകളുടെ കഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ തലോടുമ്പോൾ അല്ലെങ്കിൽ തലയിൽ തലോടുമ്പോൾ അവർക്ക് നമ്മളോടൊരു പ്രത്യേക വാത്സല്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് കുളിപ്പിക്കുമ്പോൾ തന്നെയും നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ നഖം വെട്ടുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂച്ചകൾക്ക് അത് വളരെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഈ ഫോറിൻ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ സ്ഥിരമായിട്ട് പുറത്തൊന്നും പോവാത്തത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നഖം വെട്ടി അതിൻ്റെ രോമമൊക്കെ വെട്ടി ഒതുക്കി വെക്കുന്ന ഒരു ടൈപ്പാണ് ഫോറിൻ പൂച്ചകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നമ്മുടെ നാടൻ പൂച്ചകളുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുസ് ഒരു നാടൻ പൂച്ചയാണ്. അപ്പം നമ്മൾ നാടൻ പൂച്ചകളുടെ ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകമായിട്ടും. പക്ഷെ നാടൻ പൂച്ചയുടെ അതേ ഒരു രീതി തന്നെയാണ് ഫോറിൻ പൂച്ചകൾക്കും ഉള്ളത്. നമുക്ക് ഏതൊരു പൂച്ചയായാലും നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണ് നമ്മളെ തിരിച്ചും അവ സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഓരോ നഖങ്ങളായിട്ട് വളരെ മെല്ലെ വേണം, അവ മിണ്ടാതെ കിടക്കും. അപ്പോൾ നമ്മൾ അവയെ നോവിക്കാതെ വളരെ പതുക്കെ വേണം പൂച്ചകളുടെ നഖം വെട്ടാൻ. അപ്പോൾ നമുക്ക് ഓരോരോ നഖങ്ങൾ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് പുറത്ത് കാണത്തക്ക രീതിയിൽ അതിൻ്റെ മാംസത്തിൽ കൊള്ളാതെ നമ്മുടെ നഖം വെട്ടുന്നത് പോലെ തന്നെയാണ് പൂച്ചകളുടെ നഖവും. നമ്മൾ അല്പം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉയിര് പോകത്തില്ലേ, അതേപോലെയാണ് പൂച്ചകളുടെയും നഖമെന്ന് പറയുന്നത്. ഒരല്പം കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മാംസം കൂടി ഈ കട്ടറിൽ കൂടി ഇങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നഖം വെട്ടാൻ. ഇവിടെ നമ്മുടെ കുഞ്ഞുസ് വേറെന്തോ
ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൂസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഇടയ്ക്ക് നോവാറുണ്ട്. പക്ഷെ എന്നാലും അത് സഹിച്ച് ഇരുന്നാണ് നമ്മുടെ കുഞ്ഞൂസ് നഖം വെട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വയലൻ്റ് ആവുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് തഴുകുകയും തലോടുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുസ് പെട്ടെന്ന് തന്നെ വയലൻ്റൊക്കെ മാറി നല്ല ഇണക്കത്തിലാവുന്നുണ്ട്. കണ്ടോ കുഞ്ഞുസ് നഖം വെട്ടാനിരിക്കുന്നത് ക്യാമറയിൽ ഇങ്ങനെ നോക്കുകയാണ്. പോസ് ചെയ്യാൻ ഭയങ്കര മിടുക്കിയാണ് കേട്ടോ കുഞ്ഞുസ്. ക്യാമറയ്ക്ക് പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുഞ്ഞുസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞു. കയ്യിലെ നഖം എല്ലാം വെട്ടി വൃത്തിയാക്കി. അപ്പോൾ ഇനി നമ്മൾ കുഞ്ഞുസിനെ പിന്നെ കാലിൽ നമ്മൾ അധികമായിട്ട് വെട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ അധികം വെട്ടി നമ്മൾ ഒരുപാട് അങ്ങ് കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുസ് ഒന്നിനും രണ്ടിനും ഒക്കെ പോകുമ്പോൾ മണ്ണിലാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മാന്തി ഇത് ക്ലീനാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് മൂടുന്നതിന് അല്പം ഒരു നഖമൊക്കെ കയ്യിൽ വേണം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും രണ്ടാഴ്ചയിലൊരിക്കലാണ് നമ്മൾ കുഞ്ഞുസിന് നഖം വെട്ടി കൊടുക്കുന്നത്. അത് രണ്ടാഴ്ചയിലൊരിക്കൽ മതിയാകും നമ്മൾ പൂച്ചകൾക്ക് നഖം വെട്ടുന്നത്. ഇനി ചില ഫോറിൻ ക്യാറ്റുകൾക്ക് അവയുടെ ഫുഡിൻ്റെയൊക്കെ ഇതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ ആകുമ്പം വെട്ടേണ്ടി വരും. കാരണം ചില പൂച്ചകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നഖം വളരാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ, പുറത്ത് പോയി അധികം സഹവാസം ഇല്ലാത്ത പൂച്ചയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവയുടെ നഖം വെട്ടി തന്നെ നമ്മുടെ വീട്ടിൽ വളർത്താവുന്നതാണ്. കാരണം അതൊരു സേഫ്റ്റിയാണ്. നമ്മുടെ മനുഷ്യർക്കായാലും നമ്മൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കായാലും എല്ലാവർക്കും അതൊരു സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുസ് നഖം വെട്ടാൻ കിടന്നു തരുന്നത് കണ്ടോ. ഇനിയിപ്പോൾ കയ്യിലെ 2 കയ്യിലെയും നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞു. കുഞ്ഞുസ് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് കുഞ്ഞുസ് വിചാരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് പോവാം എന്നുള്ള രീതിയിലൊക്കെയാണ് പാവം ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുസിൻ്റെ മുഖത്ത് ഒരു മറുക് നിങ്ങൾ കണ്ടോ. അത് മറുകൊന്നും അല്ല കേട്ടോ. കുഞ്ഞുസിന് നമ്മളൊരു പ്രത്യേക കൂടൊക്കെ ഉണ്ടാക്കിയപ്പോൾ രാത്രി കിടക്കുമ്പോൾ അതിൽ നിന്ന് ചാടിപ്പോകാനുള്ളൊരു ടെൻഡൻസി കുഞ്ഞുസിനുണ്ട്. അങ്ങനെ ചാടിപ്പോകുന്നതിനിടയിൽ ആ ഇരുമ്പ് കൂടിൻ്റെ ഉള്ളിൽ കയറി ഇടിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ മുറിവ് സംഭവിച്ചതാണ് കുഞ്ഞുസ്. അതൊന്നും കുഞ്ഞുസിനൊരു പുത്തരിയില്ല. പക്ഷെ നമ്മൾ മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. അത് കുറച്ച് ഒന്ന് ഭേദമായി കേട്ടോ. അധികം വലിയ മുറിവൊന്നുമില്ല. വളരെ ചെറിയൊരു മുറിവായിരുന്നു. അങ്ങനെ കുഞ്ഞുസ് അതിൽ നിന്നൊക്കെ എല്ലാം തരണം ചെയ്യുന്നൊരു പ്രകൃതമാണ് കുഞ്ഞുസിനുള്ളത്. ഇനി നമ്മൾ കുഞ്ഞുസിൻ്റെ കാലിലെ നഖമാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, കാലിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ കുഞ്ഞുസ് ചാടി. ഇതുപോലെ നമ്മൾ നഖം വെട്ടുമ്പോൾ ഈ പൂച്ചകളിങ്ങനെ പെട്ടെന്ന് ചാടാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ചാടിപ്പോകുമ്പോൾ നമ്മൾ നഖം വെട്ടിയോ കട്ടറോ അതിൻ്റെ മാംസത്തിലേക്ക് കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂച്ചകളുടെ കാലുകളിലായാലും കൈകളിലായാലും വെട്ടുമ്പോൾ അവ കുതറി മാറുകയാണെങ്കിൽ നമ്മളതിനെ ശാന്തമാക്കിയിട്ട് മാത്രമേ നമ്മൾ നഖം വെട്ടാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസമായ ഭാഗങ്ങളിൽ കൊണ്ട് മുറിവ് വരുന്നതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വളരെ ഒരു വിഷമകരമായ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് ഒക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചകൾ കണ്ടോ കാലിലെ നഖം വെട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുസ് ഇങ്ങനെ കിടന്നു തരുന്നത് കണ്ടോ. അപ്പോൾ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ കുറേ നേരമായി കുഞ്ഞുസ് ഇങ്ങനെ ക്ഷമിച്ചു സഹിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുസിൻ്റെ കളികളും വികൃതികളും ഒപ്പം ആ ഒരു നഖം വെട്ടലും അങ്ങനെയൊക്കെ ആകുമ്പം നമ്മുടെ പൂച്ചകൾക്ക് അതൊരു രസമാണ്. നഖം വെട്ടുന്നത്, നമ്മളോട് ഇടപഴകുന്നത് ഒക്കെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കയ്യിലും കാലിലും ഒക്കെ നഖം വെട്ടി കുഞ്ഞുസിങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ നഖം ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. നഖം വെട്ടിയതിന് ശേഷം നമ്മളൊന്ന് നോക്കുക, നഖം അമിതമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്തത് എല്ലാ നഖവും ഒരുപോലെയാണോ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മൾ ഒന്ന് നോക്കണം. പിന്നെ മുറിഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പൂച്ചകളുടെ നഖം വെട്ടുന്നത് ഒരു എളുപ്പമുള്ള മാർഗ്ഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരധികം അറ്റാക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത. ഇനി നമ്മൾ ഈ പുറത്ത് പോകുന്ന പൂച്ചകളാണെങ്കിൽ പരമാവധി നഖം വെട്ടുന്നത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം പുറത്ത് പോകുന്ന പൂച്ചകളാണെങ്കിൽ മറ്റുള്ള പൂച്ചകളെയോ അല്ലെങ്കിൽ പട്ടികളെയോ ഏതെങ്കിലും ജീവികളെയോ ഒക്കെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതിന് നഖമുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പൂച്ചകളെ നഖം വെട്ടുന്നത് നല്ലതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന പൂച്ചകളാണെങ്കിൽ മാത്രമേ നിങ്ങൾ നഖം കാലിലെയും കൈകളിലെയും നഖം നന്നായിട്ട് വെട്ടാൻ ശ്രമിക്കാവൂ. കാരണം പുറത്ത് പോകുന്ന പൂച്ചകളാണ് എങ്കിൽ അവയുടെ നഖം നമ്മൾ അമിതമായിട്ട് വെട്ടാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവ പുറത്ത് പോകുമ്പോൾ അവ എന്തെങ്കിലും ഇഴജന്തുക്കളെയോ അതല്ലെന്നുണ്ടെങ്കിൽ എലി, പല്ലി, പാറ്റ അതുപോലെയുള്ള പ്രാണികളെയൊക്കെ ഇവ പുറത്ത് പോയി പിടിക്കും. അപ്പോൾ അത് ഒരു അതിന് അങ്ങനെയുള്ള പൂച്ചകളെ നമ്മൾ നഖം വെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കുഞ്ഞൂസ് നഖം വെട്ടലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ചൊറിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. നഖം ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിൽ ചൊറിഞ്ഞ് നോക്കിയതാണ് പാവം. അപ്പോഴാണ് കുഞ്ഞൂസ് ശരിക്കും കാലിലും കയ്യിലും ഒക്കെ നഖം പോയൊരു വിവരം അറിയുന്നത്. അപ്പോൾ കുഞ്ഞൂസിന് ഭയങ്കര വിഷമമായി. എങ്ങനെ ഇപ്പം എന്താ നഖമൊക്കെ വെട്ടിയപ്പോൾ പുള്ളിക്കാരത്തേക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ കുഞ്ഞൂസിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.